നിങ്ങൾ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും ചെയ്യുന്ന എന്താ? നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പൊക്കി പറഞ്ഞ്, നിങ്ങളുടെ സർവീസിനെ പൊക്കി പറഞ്ഞ് അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റും. ഇതല്ലേ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ കസ്റ്റമർ പെർസോണ എഴുതി അവന്റെ പെയിൻ പോയിന്റ് മനസ്സിലാക്കി അവനിലേക്ക് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ പോവാണ്. എന്ത് പറഞ്ഞിട്ട്? നമ്മളുടെ പ്രൊഡക്റ്റ് അവന്റെ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യുന്ന പറഞ്ഞിട്ടല്ലേ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ അല്ലേ? നമ്മൾ ആൾക്കാരുടെ മനസ്സിലൂടെ എന്തൊക്കെയോ കൊടുത്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കല്ലേ? ഇത് ശരിയോ തെറ്റോ? ഇതൊരു സാധാരണ ക്രൗഡിന്റെ അടുത്താണ് ഈ ചോദ്യം ചോദിക്കുന്നില്ല, അവർ ഒറ്റയടിക്ക് പറയും ഇത് തെറ്റാണെന്ന് പറയും. ബട്ട് ഫോർ us, unless you are doing it unethical, it's right. We have to influence people. നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ കിടക്കണമെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് കയറണം. അവരുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അവന്റെ മനസ്സിലുള്ള അവന്റെ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവന്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവൻ ഇരിക്കുന്ന സ്ഥലത്ത്, അവൻ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് അവന് വേണ്ട രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ അത് ആർട്ടിക്കിൾസ് ആയിരിക്കും. എന്ത് ഫോർമാറ്റിലും ആകാം കണ്ടന്റ്. നിങ്ങളൊരു കസ്റ്റമറെ വിളിച്ച് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ആക്ച്വലി നിങ്ങളുടെ സ്ക്രിപ്റ്റ്, വോയിസ് മോഡുലേഷൻ, ടൈമിങ്, അല്ലേ? ദാറ്റ് ഈസ് അഗൈൻ കണ്ടന്റ്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലുവൻസർ എന്താ ചെയ്യുന്നത്? ക്രിയേറ്റിംഗ് കണ്ടന്റ്. ആർട്ടിക്കിൾസ് എഴുതുന്നു, അഗൈൻ ക്രിയേറ്റിംഗ് കണ്ടന്റ്. ഈച്ച് ആൻഡ് എവരിവെയർ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ്സ് കണ്ടന്റ്.